വേഗം ചെന്ന് നിന്റെ തലക്കകത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിയിട്ട് വാ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇങ്ങനെ ഒരു റീല് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അതെ, നീയാണോ? അതെ ഞാനാണ്. കൃഷ്ണകുമാറിന്റെ ഇളയ മകളുടെ ഡാൻസും കാര്യങ്ങളും 1223 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പൊ അവർക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ നോക്കുമ്പോണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 1528 ആയിരിക്കുന്നു. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്കിലാണ് കൂടുതൽ. ഇത് ആരോ റെക്കോർഡ് ചെയ്തെടുത്തൊരു വീഡിയോ ആണ്. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്, അല്ലടാ ദ്രോഹി. ആ വീഡിയോ കണ്ട് പലതും പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ തിക്കും തിരക്കും കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. മോനെ, ഞാനതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. പക്ഷെ എന്റെ നടത്തിപ്പിന് വേണ്ട ചില അടിസ്ഥാന ചെലവുകളുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഇത് രേണുസുതിയെ കുറ്റം പറയുന്ന ആൾക്കാർ എവിടെ പോയി ഇതൊന്നും നീയൊന്നും കാണുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ. റൊണാൽഡോ മൊട്ടയടിച്ചപ്പോ എല്ലാവർക്കും ഓഹോ, ഇന്ത്യയിൽ ആദ്യമായി വട്ടോളി മൊട്ടയടിപ്പിച്ചപ്പം ആഹാ. രേണു എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞ സുധി എന്ന് പറയുന്ന ഒരുത്തന്റെ പേരും പറഞ്ഞ് നല്ല പിള്ള ചമഞ്ഞിട്ടാണ് ഇപ്പൊ കാണിക്കുന്ന തോന്നിവാസം. എന്നോടൊരു അസൂയുണ്ടല്ലേ? എന്തിന്? ഞാൻ ഈ സകല കലയിലും കയ്യിന്റെ മാറുന്നതിന് അസൂയല്ല, സഹതാവാണ്. തിരക്കും കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ എനിക്കെന്തോ ആ വീഡിയോ കണ്ടപ്പോ നല്ലോണം ബോറായിട്ടാണ് തോന്നിയത്. ഇവരുടെ ഫാമിലി ആദ്യം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊരു നോർമൽ ആയിട്ട് പോകുന്ന ഒരു സംഭവത്തെ ഫീൽ ചെയ്യത്തുള്ളൂ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്ന് താൻ മക്കളോട് ഇടയ്ക്കിടെ ഉപദേശിക്കാറുണ്ടെന്നൊക്കെ കൃഷ്ണകുമാർ പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഉപദേശിക്കുകയാണ് കരുതരുത്. ഓവർ യൂസ് അപകടമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, ഓവർ യൂസ് അപകടം തന്നെയാണ്. നല്ല ഉപദേശം ഇരിക്കുന്ന ആളോട് ചെന്ന് പറയാം. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് മക്കളെ ഉപദേശിച്ചിട്ട് അവസാനം ഇങ്ങനെ അടപടലും തേണ്ടി വന്ന ഒരു അച്ഛൻ വേറെ ഉണ്ടാവില്ല. എന്നെ കൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ശാരദാമേ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, പാത്രം ഇട്ടെടുത്തോളൂ.